പ്രവാസി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വളരുന്ന BSNL-ഉം തകരുന്ന തൊഴിലാളികളും, ഇന്നും അതുതന്നെയാണ് നമ്മുടെ വിഷയം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹൈക്കോടതി വിധിയെപ്പോലും മാനിക്കാത്ത ഒരു കേസിൽ. ഇന്ന് അതിനനുബന്ധമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് BSNL TAPകളെല്ലാം ടിപ്പുകളെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ കാര്യങ്ങളും കോടതിയിൽ പോയി നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കത്തില്ല. കാര്യം അതിനെന്താണെന്ന് ചോദിച്ചാൽ, അതിന് ധാരാളം പണച്ചെലവ് ആവശ്യമാണ്. രണ്ട്, അതിന് നമുക്കൊരു ഒരു ഫിക്സഡ് ടൈം നമുക്ക് പറയാൻ പറ്റത്തില്ല. എപ്പോഴത്തേക്ക് ആ കേസ് വിധിയാകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മൂന്ന്, അതിൻ്റെ വിധി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ BSNL ടിപ്പുകൾ ഒരു വലിയ എമൗണ്ട് വക്കീൽ ഫീസ് കൊടുത്ത് കേസ് നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം അത് പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ അപ്രായോഗികം എന്ന് പറയാൻ പറ്റും. കാര്യം ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഓരോ BSNL ടിപ്പുകളും ഈ തൊഴിൽ ആരംഭിച്ചിരിക്കുന്നത്. കാര്യം പൈസ കൂടുതലുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് കളയാം എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അമിതമായ ലാഭം കിട്ടും എന്ന ആ ഒരു ചിന്തയിലുമല്ല ഭൂരിഭാഗം BSNL ടിപ്പുകളും ഈ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത്. ജീവിക്കാൻ ഒരു മാർഗം എന്നുള്ളതാണ് മുന്നിൽ നിൽക്കുന്ന കാര്യം. അങ്ങനെ വരുമ്പോൾ ജീവിക്കാനുള്ള ബെത്തപ്പാടിനിടയിൽ ഇത്രയും ഒരു എമൗണ്ട് കോടതി ചെലവുകൾക്കാരുടെ വക്കീൽ ഫീസായിട്ട് കൊടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ അസോസിയേഷനുകളിൽ അതൊരു പിരിവായിട്ട് അല്ലെങ്കിൽ ഒരു ഫണ്ടിങ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ താങ്ങാൻ പറ്റാത്തൊരു എമൗണ്ടായിട്ട് മാറാം. കാര്യം എല്ലാ സിറ്റിങ്ങുകൾക്കും വക്കീലിന് ഫീസ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പ്രാരംഭത്തിൽ നല്ലൊരു എമൗണ്ട് വക്കീലിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കോടതി നടപടികളല്ല ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. കോടതി നടപടികൾ വേണം, അത്യാവശ്യ ഘട്ടങ്ങളിൽ കോടതി നടപടികൾ അനിവാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റ് ചില പോംവഴികളും നമ്മൾ കണ്ടെത്തണം. അതിൽ മുഖ്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ഓരോ LCOമാരും അല്ലെങ്കിൽ ഓരോ ഏരിയകളിൽ താമസിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അവർക്കെല്ലാം വോട്ടവകാശമുള്ള പൗരന്മാർ തന്നെയാണ്. ഒരു LCO, ഒരു ബിസിനസ് നടത്തുന്ന ഒരു LCO എന്ന് പറഞ്ഞാൽ അങ്ങാർക്ക് 1, 2, 3, 5 വോട്ടവകാശമുള്ള അംഗങ്ങളടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ നാഥനായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗമായിരിക്കാം. 5 വോട്ടവകാശമുള്ള ഒരു ചെറിയ ഓരോ ചെറിയ ടിപ്പുകളും ഓരോ കുടുംബാംഗങ്ങളാണ്. അപ്പം 5 വോട്ടുകളുള്ള ഒരു കുടുംബം, അവർക്കൊരു വോട്ടവകാശമുണ്ട്. അവരത് ഏത് പാർട്ടി എന്ന് പറയുന്നില്ല, ഏത് പാർട്ടിക്കാണെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിന് അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ വാർഡ് മെമ്പറൊക്കെ ആകാൻ വേണ്ടി നമ്മുടെ വോട്ടവകാശം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഇനിയും നമ്മുടെ ജനപ്രതിനിധികളോടൊന്ന് അവതരിപ്പിക്കാം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രാരംഭമായി അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മണ്ഡലങ്ങളിലുള്ള MLAമാർ, അത് ഭരണപക്ഷമായാലും കൊള്ളാം പ്രതിപക്ഷമായാലും കൊള്ളാം, MLAമാരെ നേരിൽ കണ്ട് നമ്മൾ ഈ ആവശ്യങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ ഒരു നിവേദനം കൊടുക്കുകയും വേണം പ്രാരംഭമായി ചെയ്യേണ്ട ഒരു കടമ. ഇത് ഓൾറെഡി പലയിടത്തും കൊടുത്തിട്ടുണ്ടാകാം, പക്ഷേ ഏകീകൃതമായി ഒന്നുകൂടെ കൊടുക്കാൻ ശ്രമിക്കുക. കേരളത്തിൽ പല MLAമാരെയും ഒരേ ദിവസത്ത് പോയി കണ്ട് അല്ലെങ്കിൽ ഒരു കൃത്യസമയം ഒരാഴ്ചക്കുള്ളിൽ അവരെ കണ്ട് അവർക്ക് ഈ ഉദ്യമി അല്ലെങ്കിൽ ഇങ്ങനെ BSNL FTTA ചെയ്യുന്ന ടിപ്പുകൾ എല്ലാവരും ഇൻഡിവിജ്വലായും അതുപോലെ തന്നെ നമ്മുടെ ഈ അതാത് അസോസിയേഷൻ വഴിയായും നമ്മൾ ഓരോ നിവേദനം കൊടുക്കേണ്ടതാണ്. കാര്യം ഇൻഡിവിജ്വലായിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രമിക്കണം. കാര്യം ഇനിയും നമ്മൾ ആ അവസരങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനിയും പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു. പഞ്ചായത്ത് ഇലക്ഷനുകളിൽ ഓരോ വോട്ടുകളും ഓരോ പാർട്ടിക്കാർക്കും വിലയേറിയതാണ്. അതുപോലെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതിനും നമ്മുടെ വോട്ടുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ വോട്ടവകാശം ഏറ്റവും ആവശ്യമായി വരുന്ന ഈ സമയത്ത് നമുക്കും നമ്മുടെ ഈ അവകാശത്തിൻ്റെ മണ്ടയ്ക്ക് ചില ആവശ്യങ്ങൾ ഉന്നയിക്കാം. നമ്മൾ ഈ കാര്യം വെറും ഒരു നിവേദനം കൊടുത്തല്ല, ഈ നിവേദനത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പരാമർശിക്കേണ്ട കാര്യം, ഈ കേബിൾ കട്ടിംഗ് വിഷയം ഒരു സബ്മിഷനായി നിയമസഭയിൽ ഉന്നയിക്കണം.
അതായിരിക്കണം നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം. നമ്മുടെ ഈ KSEBയും BSNL ടിപ്പുകളുമായിട്ടുള്ള ഈ പ്രശ്നം നിയമസഭയിൽ ഏതെങ്കിലും ഒരു MLA അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് സബ്മിഷനായി ഉന്നയിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ടും അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ ഇന്നത്തെ ഭരണം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഭരണകർത്താക്കൾ ശ്രമിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു സബ്മിഷൻ നിയമസഭയിൽ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ LCOമാരെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം, പുറത്തുള്ളവർക്കും അറിയാം, ഇത്രയും സങ്കീർണമായ പ്രശ്നങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ട് പോലും ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാൻ ഒരു മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല. ഒരു മാധ്യമത്തിൽ പോലും ഒരു 2 സെന്റൻസ് ഉള്ള ഒരു ന്യൂസായിട്ട് പോലും ഈ വാർത്ത വന്നിട്ടില്ല. കാര്യം അവർക്ക് ഇത് ഒരു വാർത്തയല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രമിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കേബിൾ കട്ടിംഗ് വിഷയങ്ങൾ പത്രമാധ്യമങ്ങളിൽ വരണം. കേരളത്തിലുള്ള സർവ്വ ആൾക്കാരും ഈ വിഷയം അറിയണം. ഇങ്ങനൊരു വിഷയം നടക്കുന്നുണ്ടെന്നുള്ള വിവരം കേരളത്തിലെ ഓരോ ജനവും അറിയാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കണം അടുത്തത്. നമുക്ക് പത്ര ഓഫീസുകളിൽ കയറി ഇറങ്ങാം, നമുക്ക് കൊടുത്തു നോക്കാം. അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ ധാരാളമുള്ള ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ മാധ്യമങ്ങളെ ഒക്കെ നിങ്ങൾക്ക് ആശ്രയിക്കാം. അത് ഇന്നാണെന്നില്ല, എല്ലാവർക്കും ശ്രമിക്കാം. പലരും ശ്രമിക്കുക, ഒത്തുപിടിച്ചാൽ നടക്കും. എല്ലാവരും ഒരേ മനസ്സോട് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ കാര്യത്തിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ആ യൂണിയൻ അല്ല ഈ അസോസിയേഷൻ വിഘടിച്ച് നിൽക്കേണ്ട ഒരു സമയമല്ലിത്. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം, ഒരുമിച്ച് ഈ പ്രശ്നത്തിനെതിരെ പോരാടണം. മുൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത് നിയമസഭയിൽ ഇത് സബ്മിഷനായി വരുവാൻ ഒരു ശ്രമം ഉണ്ടാകണം, സബ്മിഷൻ നടക്കണം, ഇങ്ങനൊരു പ്രശ്നം ഉന്നയിക്കപ്പെടണം. 2, പത്രമാധ്യമങ്ങളിൽ ഈ വാർത്ത വരണം. പത്രമാധ്യമങ്ങളിൽ ഈ വാർത്ത വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് കോടതി മുഖാന്തരം നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ നടക്കട്ടെ. അതോടൊപ്പം തന്നെ ഭരണതലത്തിലും ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുവാൻ ഒരു ശ്രമം നടക്കുകയുള്ളൂ. ഓരോ വോട്ടും ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും വിലയേറിയതാണ്, വിലപ്പെട്ടതാണ്. കാര്യം നമ്മുടെ വോട്ട് അവർക്ക് കൂടിയേ വഴിയൂ. നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കുക. ഇങ്ങനെയുള്ള 1000 LCOമാർക്ക് ഉള്ള ഈ കേരളത്തിൽ ഒരു വീട്ടിൽ 5 വോട്ട് എടുത്താൽ എത്രയായി? അവർക്ക് റിലേഷൻസ് ഇല്ലേ? അവർക്ക് ബന്ധുക്കളില്ലേ? ബന്ധുമിത്രാദികളില്ലേ? അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ജോലിക്കാരില്ലേ? ഇതെല്ലാം വോട്ടുകളാണ്. ഇതിനെ വെച്ച് നമുക്ക് വില പേശണം. കാര്യം നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, വേറെ ആരുടെയും ആവശ്യമല്ല. ഇവരുടെ ഈ കഷ്ടപ്പാട് കണ്ട് ആരും നമ്മളെ സഹായിക്കാൻ വരുമെന്നൊരു ചിന്ത നമുക്ക് ആർക്കും വേണ്ട. പിന്നെ ഈ കാണുന്ന എൻ്റെ പ്രേക്ഷകർ ആരെങ്കിലും ഇത് കാണുകയും അവർക്ക് നമ്മളോടൊരു അനുഭാവം തോന്നുകയും ചെയ്യുവാണെങ്കിൽ അവരും നമ്മളോടൊപ്പം അണിചേരട്ടെ. അങ്ങനെ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ കോടതി നടപടികൾ അതിൻ്റേതായ കാലതാമസമെടുക്കും. അതുപോലെ തന്നെ വളരെ പണച്ചെലവ് ആവശ്യമാണ്. നമുക്ക് ചെറിയ കോടതികളല്ല നമ്മൾ കേസ് കൊടുക്കുന്നത്, ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതിയിൽ ഒരു വക്കീലിൻ്റെ പ്രാരംഭ സിറ്റിങ്ങിന് എത്ര ആയിരിക്കും ചാർജ്? ഓരോ ഉദ്യമി അസോസിയേഷനിലെയും അല്ലെങ്കിൽ ബീറ്റ അസോസിയേഷനിലെയും മെമ്പർമാർക്കറിയാം. കാര്യം അത് ഇച്ചിരി കട്ടിയേറിയ ഒരു ഭാരിച്ച എമൗണ്ട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. അങ്ങനെ തുടർച്ചയായി കൊടുത്ത് കേസ് നടത്തുവാൻ പറ്റിയ ഒരു സാമ്പത്തിക പദ്ധതിയല്ല ഇന്ന് നമുക്ക് നിലവിലുള്ളത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടി ആ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അതോടൊപ്പം തന്നെ ഇങ്ങനെയും ചില പരിഹാര മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നമ്മളൊരു കാര്യം മറന്നു പോകരുത്. ലോകത്തിൽ അന്ന് വരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അത്ഭുതം തന്നെയല്ലേ? ആ അത്ഭുത രാജ്യത്തിൽ ജീവിക്കുന്നവരല്ലേ നമ്മൾ. ഒരു വിപ്ലവം, ഒരായുധവും ഏന്താതെ, ഒരു യാതൊരുവിധമായ ഹിംസയും കൂടാതെ അഹിംസയിലൂടെ വിപ്ലവകരമായ ഒരു സ്വാതന്ത്ര്യത്തിന് സാക്ഷ്യം വഹിച്ച നാടാണ് ഇന്ത്യ. അത് മറക്കരുത് നമ്മൾ. കാര്യം സമരം ഒരു കമ്പനി പൂട്ടിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനർഹമായ ഒരു ആവശ്യം നേടിയെടുക്കാനോ വേണ്ടിയല്ല നമ്മൾ നടത്തുന്നത്. നമ്മൾ ആവശ്യങ്ങൾ പറയുന്നത് ഏറ്റവും നിയമപരമായി സംരക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നിയമപരമായി നമുക്ക് ലഭിക്കേണ്ട, ഈ തൊഴിൽ ചെയ്യുന്നതിന് ലഭിക്കേണ്ട സംരക്ഷണം മാത്രമാണ് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്.
അപ്പം അതുകൊണ്ട് ഏറ്റവും ആരും നമ്മളെ അനുകൂലിക്കാതെ പ്രതികൂലിക്കാൻ യാതൊരു വിധമായ കാര്യങ്ങളുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കും ഓരോ ഈ BSNL ടിപ്പുമാരും ശ്രമിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. നമസ്കാരം.